വി കുഞ്ഞികൃഷ്ണനെ പുറത്താക്കി സിപിഎം. കുഞ്ഞികൃഷ്ണന്റെ നീക്കം ദുരൂഹമെന്ന് പാർട്ടി. മുൻപ് നടപടി നേരിട്ടയാളെന്നും വിശദീകരണം. സിപിഎം നടപടി രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിലെ വെളിപ്പെടുത്തലിന് പിന്നാലെ. SNDPയുമായി ഐക്യത്തിനില്ലെന്ന് NSS. എല്ലാ പാർട്ടികളുമായും സമദൂരമുള്ളതിനാൽ ഐക്യം പ്രായോഗികമല്ല. പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമെന്നും സംശയം. തുഷാറിനെ ചുമതലപ്പെടുത്തിയത് അതിന്റെ തെളിവെന്നും ജി സുകുമാരൻ നായർ. പ്രധാനപ്പെട്ട ഒരു നേതാവിനെ തന്നെ അതിന് മകനായാലും അങ്ങനെ വിടാൻ പാടില്ലായിരുന്നു. വിട്ടില്ല. വരാനായിട്ട് അനുവാദം ചോദിച്ചു. പറ്റില്ല എന്ന് ഞാൻ തന്നെ നേരിട്ട് പറഞ്ഞു. തൽക്കാലം പ്രതികരിക്കാനില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ. എഴുപത്തിയേഴാം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച് രാജ്യം. സാംസ്കാരിക വൈവിധ്യം വിളിച്ചോതി കർത്തവ്യപഥിൽ പരേഡ്. കേരളത്തിലും വിപുലമായ ആഘോഷം. പത്മ അഭിനന്ദിച്ച് ഗവർണർ. Kerala has always created such leaders in different fields. I am very again thankful to the government of India for recognizing our talent in different fields. I am thankful on the behalf of the all Keralites, all Malayalis, that our people have been honored at the national level. വട്ടിയൂർക്കാവ് പിടിക്കാൻ ശോഭ സുരേന്ദ്രൻ. ബിജെപിയുടെ എ ക്ലാസ് മണ്ഡലത്തിൽ ശോഭ കളത്തിലിറങ്ങുമെന്ന് സൂചന. മഞ്ചേശ്വരത്ത് സജീവമായി കെ സുരേന്ദ്രൻ. സ്ഥാനാർത്ഥിത്വം തള്ളാതെ പ്രതികരണം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ശരിയായ ഒരു നിലപാട് എടുക്കുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടി അങ്ങനെ പോകും. ബാക്കി ഇപ്പം അപ്പുറത്താര് സ്ഥാനാർത്ഥിയാവുന്നു, അത്തരം സാങ്കല്പികമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും സമയമായിട്ടില്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കും, വിശദമായിട്ട് പറയാം. സ്ഥാനാർത്ഥി നിർണയത്തിന് മുന്നോടിയായുള്ള ചർച്ചകളിൽ ഒഴിവാക്കിയതിൽ മുരളീധരന് നീരസം. ഒഴിവാക്കിയിട്ടും പരാതി പറയാത്തത് പാർട്ടി യുദ്ധമുഖത്ത് നിൽക്കുന്നതുകൊണ്ട്. തരൂരിന്റെ പ്രയാസം പാർട്ടി പരിഹരിക്കുമെന്നും കെ മുരളീധരൻ. പരാതി പരിശോധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ്.